BJP UDF ഒരു കാലത്തും സഹായിച്ചിട്ടില്ല, സഹായിക്കട്ടില്ല. അവരുടെ മെയിൻ ശത്രു ഒരു സംശയമില്ല പിന്നെ ഇതാണ്. അവർ ഇപ്പോൾ സഹായിക്കുന്നത് പിന്നെ LDF തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ LDF ഒഴിവാക്കി അവർ വരാനുള്ള ശ്രമം നടത്തും. മങ്കടയിലെ ജനങ്ങൾ വിധി എഴുതുകയാണ്. ഇപ്പോൾ ഈ പനങ്ങാകര സ്കൂളിൽ മഞ്ഞളാംകുഴിയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് വന്ന് വോട്ട് ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷ എന്നല്ല പറയുന്നത്, ജയിച്ചു കഴിഞ്ഞു എന്നതാണ് UDFന്റെയും താങ്കളുടെയും നേരത്തെ ഇപ്പോഴുമുള്ള ഒരു നിലപാടെന്നല്ല വ്യക്തമാക്കി പറയുന്നത്. പക്ഷേ LDFന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇത്തവണ തൂക്കുമെന്ന് അവരും പറയുന്നു. അതിൽ എന്തെങ്കിലും ഒന്ന് ഈ പ്രവർത്തകർക്ക് വേണ്ടി അല്ല, ജയിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ ആരും പറയില്ല. ഞങ്ങൾ ജയിക്കും എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളുടെ അടുത്താണ് കാര്യങ്ങൾ. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഒരു സംശയമില്ല, ജനങ്ങൾ ഞങ്ങളെ കൂടെ തന്നെയാണ്. വോട്ടെണ്ണുമ്പോൾ വളരെ വലിയ വ്യത്യാസത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഈ കേരളത്തിലെ പ്രചാരണ രംഗത്ത് ഇതുവരെ ഇല്ലാത്ത, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വർഗീയ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ UDFന് ഗുണം ചെയ്യുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഈ വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയ പ്രചാരണമൊക്കെ പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് വല്ലാത്ത രീതിയിൽ നടക്കല്ലേ. വെള്ളാപ്പള്ളി നടേശന് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. CPMന്റെ മന്ത്രിമാർ തന്നെ എന്തൊക്കെ പറഞ്ഞിരുന്നു, വളരെ മോശമായിട്ട്. ഒരിക്കലും ഒരു മന്ത്രിമാർ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയതയല്ലേ അവരൊക്കെ പറഞ്ഞത്. അത് ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടത് തൊട്ട് ഇങ്ങേ തലവരള ഈ വർഗീയത വരെ അവർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ജനങ്ങൾ മന്ദബുദ്ധികളല്ലല്ലോ, കൃത്യമായിട്ട് അവർ അറിയാം. അവരാണ് രാജാക്കന്മാർ, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ല, ജനവിധി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് UDFന്റെ ഇടതുപക്ഷം UDFും BJP ആയിട്ടാണ് അലയൻസ് എന്ന് പറയുന്നു. UDF പറയുന്നത് LDFും BJP ആയിട്ട് അലയൻസ്. ഇപ്പൊ ജനങ്ങള് ഇതിൽ ഏതാ വിശ്വസിക്കുക? ഒരു സംശയമില്ലല്ലോ, BJPയുടെ മെയിൻ ശത്രുക്കാരാ. ഒരു സംശയമില്ലല്ലോ, അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസും തന്നെയല്ലേ. അവരില്ലാതാക്കല്ലോ അവർ ആവശ്യം. എന്നാൽ മാത്രമേ അവർക്ക് സമാധാനമായിട്ട് ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടെ പിന്നെ BJP പിന്നെ UDFനെ സഹായിക്കുക? BJP UDFന് ഒരു കാലത്തും സഹായിച്ചിട്ടില്ല, സഹായിക്കട്ടില്ല. അവരുടെ മെയിൻ ശത്രു ഒരു സംശയമില്ല പിന്നെ ഇതാണ്. അവർ ഇപ്പോൾ സഹായിക്കുന്നത് പിന്നെ LDF തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ LDF ഒഴിവാക്കി അവർ വരാനുള്ള ശ്രമം നടത്തും. അപ്പൊ അതാണുള്ള ഒരു പിന്നെ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ഒരു രീതിയിൽ പിന്നെ CJP ആണത്, അല്ലാതെ ഒരിക്കലും UDFനെ BJP സഹായിക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കുറേയേറെ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ ചർച്ചയായതാണ്. ജനങ്ങൾ ചർച്ച ചെയ്തു, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചർച്ച ചെയ്തു. അത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു? ഒരു സംശയമില്ലല്ലോ. ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഗുണം ചെയ്യും. അയ്യപ്പന്റെ സ്വർണം കട്ടത് മുതൽ ഇപ്പൊ പിന്നെ താഴത്തേക്കുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പിന്നെ കൃത്യമായി. ഇപ്പൊ ഈ വെള്ളപ്പൊക്കം, ആർട്ടിഫിഷ്യൽ വെള്ളപ്പൊക്കം, ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് ആ കാലത്ത് നിയമസഭയിൽ ഞാനൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. മനുഷ്യരുണ്ടാക്കിയ ഒരു പിന്നെ ഇതാണ്, ഡിസാസ്റ്റർ ആണത്. അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങൾ അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിൽ 3 ദിവസം മുങ്ങിക്കിടന്ന ഒരാളാണ് ഞാൻ. അതെ, നിങ്ങൾക്കറിയാലോ, അത്രയും മോശമായിട്ട് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ തന്നെയാണത്, അല്ലാതെ പ്രകൃതി ഉണ്ടാക്കിയ ഡിസാസ്റ്റർ അല്ല. ഈ മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും വലിയ പ്രതീക്ഷയല്ല, ജയപ്രതീക്ഷയാണുള്ളത്. ആ ഉറപ്പല്ലേ ഞങ്ങൾ. കാരണം ജനം സഹിച്ചു 10 വർഷമായിട്ട് ജനം സഹിച്ചുകൊണ്ടിരിക്കും. അത് മാറണം, അതാണ് ജനങ്ങളാകും. ഈ സർവേകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാ, സർവേയുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു പറയുന്നില്ല. സർവേ ഇപ്പൊ ആർക്കും ചെയ്യാം, ഞങ്ങളും സർവേ നടത്തിയായിരുന്നു. അപ്പോൾ സർവേകളിലൊക്കെ ഇപ്പൊ മങ്കടയിൽ തന്നെ LDFന് അനുകൂലമായിട്ടൊക്കെ സർവേകൾ പലതും വന്നു. അതൊക്കെ ബാധിക്കും. എനിക്കറിയില്ല, അതൊന്നും സർവേ അങ്ങനെ അത്ര വിശ്വസിക്കേണ്ട. എല്ലാ സർവേയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സർവേകളുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് നടത്തുന്ന സർവേകൾ വളരെ നല്ലതാണ്. പക്ഷെ അത് ശാസ്ത്രീയമായിട്ടായിരിക്കണം, അല്ലാതെ പേരിന് വേണ്ടി മാത്രമാവരുത്. ഏതായാലും ജനവിധി താങ്കൾക്ക് അനുകൂലമാണ് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ ജനവിധി അനുകൂലമാവും. ജനങ്ങളെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഞാൻ വൈകുന്നേരം 6 മണിക്കൊക്കെ ശേഷം കൂടുതൽ കാര്യമാണ്. അപ്പൊ ഇത്തവണ UDF അധികാരത്തിൽ വരും, ജനവിധി നിങ്ങൾക്ക് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയാണ് മഞ്ഞളാംകുഴിയിലേക്കുള്ളത്. വീണ്ടും ഇവിടെ മങ്കടയിലെ അതായത് വീണ്ടും UDF തൂക്കും, ജയിക്കും, UDF അധികാരത്തിൽ വരും എന്നത് തന്നെയാണ്. അദ്ദേഹം വോട്ട് ചെയ്ത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം വന്ന് വോട്ട് ചെയ്ത് അദ്ദേഹം മടങ്ങി പോവുകയാണ്. ഇനി മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു സന്ദർശനം കൂടി, ഏതായാലും സന്ദർശനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.
ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ. തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.